നമസ്കാരം. ഇപ്പോൾ പ്രവേശനം പൊതുവിദ്യാലയങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മറ്റ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ മറ്റ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ TC ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് TC അപേക്ഷിക്കാവുന്നത് എന്നുള്ള വീഡിയോയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനായി ഫോണിലെ ക്രോം എന്ന വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ഫോണുകളിലും തന്നെ ഈ ക്രോം ആപ്ലിക്കേഷൻസ് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഞാൻ ക്രോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെർച്ച് എന്ന ഭാഗം കാണാം. ഇവിടെ നമുക്ക് സമ്പൂർണ്ണ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സമ്പൂർണ്ണ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഈ ആരോ മാർക്കാണ് സെർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ സമ്പൂർണ്ണ എന്ന് വരുന്നുണ്ട്. നമുക്കതിൻ്റെ ആ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോയാണ് നമുക്ക് കിട്ടുന്നത്. ഈ വിൻഡോയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഓൺലൈൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. ഈ ഓൺലൈൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുട്ടിയുടെ പേര്, അച്ഛൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുട്ടിയുടെ പേര് എവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അച്ഛൻ്റെ പേര് കൊടുക്കുന്നു. പിന്നെ ഫോൺ നമ്പർ നൽകുന്നു. ഇപ്പോൾ കുട്ടി പഠിക്കുന്ന ക്ലാസ് ഏതാണ് എന്ന് കൊടുക്കുന്നു. കുട്ടി പഠിക്കുന്ന ഡിവിഷൻ, കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, പിന്നെ സ്കൂള് മാറുന്നതിൻ്റെ കാരണം ഫോർ ഹയർ സ്റ്റഡീസ്, അടുത്ത ക്ലാസ്സിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ പഠിക്കുന്ന ജില്ല, ആ ജില്ല കൊടുക്കുന്നു. തുടർന്ന് അതിന് താഴേക്ക് ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര്, ഇപ്പോൾ പഠിക്കുന്ന ആ സ്കൂളിൻ്റെ സ്കൂൾ കോഡ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ല എങ്കിൽ ഇതേപോലെ നോക്കി എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫറായി പോവേണ്ടത്, ചേരാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്കൂൾ ഏതാണ്, ആ സ്കൂളിൻ്റെ ജില്ലയും ആ സ്കൂൾ ഏതാണ് എന്ന് താഴെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെയും ആ സ്കൂളിൻ്റെ കോഡ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ നമുക്കിവിടെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോഡ് പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്കൂളിൻ്റെ പേര് താഴെ വരുന്നുണ്ട്. ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു റെഫറൻസ് നമ്പർ വരുന്നുണ്ട്. ഈ റെഫറൻസ് നമ്പർ എഴുതി നമുക്ക് സൂക്ഷിക്കണം. 1-2 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ TC കിട്ടിയോ ഇല്ലയോ എന്ന് അറിയുന്നതിനായിട്ട് വീണ്ടും നമ്മൾ ക്രോം എടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ സമ്പൂർണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. വെബ്സൈറ്റ് പ്രവേശിച്ച് കഴിയുമ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകാം. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിയുടെ പേരും ക്ലാസ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അത് നമ്മുടെ അപ്രൂവൽ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് കഴിയും.